നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അത് ചൂടോടെ തന്നെ കുടിക്ക്. ഇരുന്ന് തണുത്തുപോയാൽ പിന്നെ അതിന്റെ ഗുണം ഉണ്ടാവില്ല. ഞാൻ കുടിച്ചോളാം ഏട്ടത്തി. മറക്കാതെ കുടിക്കണം. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇനി എപ്പോഴാ തിരിച്ചു വരാന്നറിയില്ലല്ലോ. കുഞ്ഞിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവര് കൊണ്ടുപോയിക്കോളും. ഇപ്പൊ എന്താ ഇങ്ങനെ? ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോ കുഞ്ഞിനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യം പറഞ്ഞ് വലിയ ഹാപ്പി ആയിരുന്നല്ലോ. എടോ, രാവിലെ ആയപ്പോ എന്തു പറ്റി? എന്താടോ തനിക്ക് എന്താ പറ്റിയേ? സച്ചേട്ടൻ ഓഫീസിൽ പോ, റെഡി ആയിട്ട് വാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. അർച്ചന, തന്നെ വീണ്ടും ആതിര് വല്ലതും പറഞ്ഞു? എനിക്കറിയാം, അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചത് അല്ലേ? ഞാൻ തന്നോട് എപ്പോഴും പറയുന്നില്ല അർച്ചന, ഒരു പരിധിക്കപ്പുറം ആരെ സ്നേഹിക്കാൻ പാടില്ലെന്ന്, പ്രത്യേകിച്ചും നമ്മുടെതല്ലെന്ന് ഉറപ്പുള്ളവരെ. നീ ആ മോളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ആതിരെ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ആതിരെ വിലക്കിയ ആ കുഞ്ഞിന്റെ പേരിൽ നമുക്കൊരവകാശമില്ലടോ. താനതൊക്കെ ഒന്ന് മറന്നേ. മനസ്സിന്ന് പോകുന്നില്ല സച്ചേട്ടാ. ആതിരക്ക് എന്തിനാ പേടി? ഞാനും കുഞ്ഞും അടുത്തു കഴിഞ്ഞാ അവക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നോ? അവളല്ലേ സച്ചേട്ടാ കുഞ്ഞിന്റെ അമ്മ. അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ബന്ധമാണോ അത്? കുഞ്ഞിനെ എടുക്കരുതെന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആതിരയുടെ മാറ്റവും സംസാരവും ഒക്കെയാ. ആര് പറഞ്ഞിട്ടായാലും അവളുടെ കൂടപ്പുറപ്പല്ലേ ഞാൻ. അതുപോലെ ഓർക്കാതെ അവൾ സംസാരിക്കുന്നു. ചേച്ചിയെന്ന് പോലും തികച്ചു വിളിക്കാത്തവളാ. ഇപ്പോ നിങ്ങളെന്നൊക്കെ എന്നെ വിളിക്കുന്നേ. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സച്ചേട്ടാ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? അവളുടെ മോളെ എന്റെ മോളെ കണ്ട് ഞാൻ സ്നേഹിച്ചതോ? അതോ അങ്ങനെ കൊണ്ടു നടന്ന് ലാളിക്കുന്നതാണോ? എന്തിനാ സച്ചേട്ടാ വിധി നമുക്ക് ഇങ്ങനെയൊക്കെ ആവുന്ന? സ്നേഹിക്കാനും ലാളിക്കാനും നമുക്ക് ഒരു കുഞ്ഞിനെ തന്നില്ല. അപ്പോ ഉള്ളതിൽ നിന്നും കൂടി അകറ്റുന്ന എന്തിനാ? അതങ്ങനെയാടോ, നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അതെന്തു തന്നെ ആയാലും, അത് ഈ പറയുന്ന കുഞ്ഞായാലും. എടോ, തന്റെ ഈ കണ്ണീര് ഈശ്വരൻ കാണുന്നുണ്ട്. നമുക്കൊരു കുഞ്ഞിനെ ഈശ്വരൻ തരും. അതിനാരും പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകില്ലല്ലോ. താനിങ്ങനെ വിഷമിക്കല്ലേ.
മോളെ ആ നീ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ദാ ഈ പാല് കുടിക്കാൻ. ആ അത് ചൂടോടെ തന്നെ കുടിക്ക്. ഇരുന്ന് തണുത്തു പോയാൽ പിന്നെ അതിന്റെ ഗുണം ഉണ്ടാവില്ല. ഞാൻ കുടിച്ചോളാം ഏട്ടത്തി. മറക്കാതെ കുടിക്കണം. ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഇനി എപ്പോഴാ തിരിച്ചു വരാന്നറിയില്ലല്ലോ. പിന്നെ കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാനുള്ളതല്ലേ. മറക്കാതെ കുടിച്ചിട്ട് പോണേ. ഏട്ടത്തി താങ്ക്സ്. എന്തിനാ മോളെ? എല്ലാത്തിനും. ആരാരാണെന്നും എന്തുദ്ദേശം വെച്ചാ നിന്നോട് പെരുമാറുന്നതെന്നും ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായല്ലോ. നിന്റെ അച്ചുവേടത്തിയുടെ സ്ഥാനത്ത് ഈ അവന്തിയെടുത്ത ഉണ്ടിനി. സന്തോഷായിട്ട് പോയിട്ട് വാ. വാവേ എടി വാവേ. ഓ ഇതെവിടെ പോവാ? എവിടെ പോവാടി? എവിടെ നമ്മള് പോകുന്നേ? എവിടെ പോവാ? ഓയ്യോ വാവേ. ഓ ഓ ഓ ഓ ഓ എന്തോ റെഡിയായില്ലേ? ഇപ്പൊ തന്നെ ലേറ്റായി. ഇറങ്ങാം. ഞങ്ങള് റെഡിയാണച്ചാ. അല്ലേടി വാവേ? അല്ലേ സന്ദീപേ, അലമാരിയില്ലേ കുഞ്ഞിന്റെ ഹോസ്പിറ്റൽ ഫയലൊക്കെ ഒന്ന് എടുക്ക്. ഓ എന്തോ അടി കരയുന്നേ. നമുക്ക് ടാറ്റ പോവാം. ടാറ്റ പോവാം നമുക്ക്. പോവാം. സന്ദീപേ, കുഞ്ഞിനൊന്ന് പിടിക്ക. എന്തുപറ്റി? തല കറങ്ങുന്ന പോലെ. ആതിരെ, 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 എന്തുപറ്റി? ആതിരെ, എടുത്തി, എടുത്തി, ആതിരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.